ഇന്നത്തെ വീഡിയോയിൽ ഈ വേൾഡ് കപ്പ് കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഫേവറേറ്റ് ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് പോവാണ്. ഇവരുടെയൊക്കെ ഫേവറേറ്റ് ഫുഡ് ഒന്നും ഇവിടെ മേടിക്കാനും കിട്ടൂല. അതുകൊണ്ട് നമ്മളിന്ന് കുക്ക് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു കുക്കിന് ആവശ്യമാണ്. കുക്ക് വേറെ ആരുമല്ല, ഞാൻ തന്നെ. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സ്പിന്നർ, ഞാൻ ഇവിടെ സ്പിന്നറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സ്പിന്നറിൽ 5 പ്ലേയേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ റൊണാൾഡോ, മെസ്സി, നെയ്മർ, യമാൽ, എംബാപ്പെ എന്ന 5 പ്ലേയേഴ്സിനെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യത്തെ സ്പിൻ ചെയ്യാം. ആരാണോ കിട്ടുന്നത് ഈ ഒരു 5ൽ നിന്ന് നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യാം. 5 പേരിൽ നിന്ന് നമുക്ക് 3 പേരെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു പ്ലേസിന്റെ ഫേവറേറ്റ് ഫുഡ് ഇന്ന് നമുക്ക് കഴിക്കാം. ഓക്കെ, എന്നിട്ട് റേറ്റ് ചെയ്യാം. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് സ്പിന്നിലേക്ക് പോവാം. ഇത് എവിടെ സ്പിൻ എന്തി? എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ആര് 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 കണ്ണാടി കൂടെ കാണാം. എംബാപ്പെ, ബാബിയുടെ ഫുഡാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോണ്. നമ്മൾ ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോണ്. ഒരു മിനിറ്റ്, ആ പുള്ളിക്കാരി വിളിച്ചോണ്ട് വരട്ടെ. ഓക്കെ, ഹലോ ചേച്ചി, തുടങ്ങിക്കോ. കോഴിക്കാരൻ കിലിയൻ എംബാപ്പയാ? ഞങ്ങളുടെ എംബുമാനെ കുറിച്ചാണ് ഇങ്ങനെ പറയണേ. ഓ എടാ, ഇത് കണ്ട ഇമോജി ഉള്ളതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞതാ. ഇവൾക്കും അല്ല വെളിവുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക്. നല്ല വെളിവുള്ള നമ്മളെന്നിട്ട് ഇതിനോടല്ലേ എംബാപ്പയുടെ ഒക്കെ ഫേവറേറ്റ് ഫുഡ് കഴിക്കണേ. അപ്പൊ നമുക്കല്ലേ ഏറ്റവും വെളിവില്ലാത്ത. അതെന്തായാലും അപ്പൊ പറഞ്ഞോ. കോഴിക്കാൽ കിലിയൻ എംബാപ്പയുടെ ഫിറ്റ്നസ് മീൽ, റോസ്റ്റ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ്, ഷോപ്പിംഗ് കാർട്ട്, ചേരുവകൾ, കേട്ടല്ലോ, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇൻഗ്രീഡിയൻസ്. 500 ഗ്രാം ഉരുളക്കിഴങ്ങ്, 2 കാരറ്റ്, 2 ബ്രോക്കോളി, 1 കപ്പ്. ഇല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഇതിന്റെ കൂടെ ഒപ്പം പിടിക്കാം. അല്ലെങ്കിൽ എത്തൂല. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയാലും ഉണ്ടായി തീരൂല. അപ്പൊ ഒപ്പം പിടിക്കാം. കാർട്ട്, ചേരുവകൾ, ചിക്കൻ, 500 ഗ്രാം ഉരുളക്കിഴങ്ങ്, 2 കാരറ്റ്, 2 ബ്രോക്കോളി, ഒലീവ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഒരു മിനിറ്റ്, വെളുത്തുള്ളി ഇതിന്റെ ഇടയ്ക്ക് എവിടെ കിടപ്പുണ്ട്. 4 അല്ലി കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് പാചകക്കാരൻ. എന്തിനാ ആവശ്യത്തിനാക്കണേ? ആവശ്യത്തിൽ അധികമുണ്ട്. തയ്യാറാക്കുന്ന വിധം: ചിക്കനിൽ ഉപ്പ്, കുരുമുളക്, പാപ്രിക്ക, വെളുത്തുള്ളി, ഒലീവ് ഓയിൽ ചേർത്ത് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യുക. പച്ചക്കറികൾ കട്ട് ചെയ്ത് അല്പം ഉപ്പും ഒലീവ് ഓയിലും ചേർത്ത് ഇളക്കുക. എടാ, ഉരുളക്കിഴങ്ങൊക്കെ ആപ്പിള് കട്ട് ചെയ്യണോ? കുഴപ്പമില്ലായിരിക്കൂലേ? ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോ ഇതിന്റെ ലാസ്റ്റ് ലുക്ക് നോക്കി. ഇത് എന്നെ തവളെ വറുത്ത് വെച്ചേക്കണ പോലെ. ഇനി 30 മിനിറ്റ് ഇത് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈശ്വര, ഇത് നന്നായ മതിയായിരുന്നു. അല്ലെ എന്റെ ഡയറ്റിലെ സാധനമൊക്കെ വെറുതെ ആവും. ചൂടോടെ വിളമ്പുക. ഇത് നോക്കി. ഓ ഏതാലേ, അടിപൊളിയായിട്ടൊന്നും വേണ്ട. ഇത് കരിഞ്ഞാലായിരിക്കൂലേ? ഇതായിരിക്കും ഇതിന്റെ കളർ. ബ്രോ, ഇതാണ് എംബാപ്പയുടെ ഫേവറേറ്റ് ഫുഡ്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയല്ലേ, നല്ലതായിരിക്കും. ബ്രോ, ഞാൻ ഉണ്ടാക്കിയത് ഇത്ര ടേസ്റ്റാ? ഒരു മിനിറ്റ്, ഇത് വെച്ച് കഴിച്ചു നോക്കട്ടെ. എല്ലാം കൂടെ കൂട്ടിക്കുഴക്കുക കേട്ടെ. നല്ലതാണോ? അടിപൊളി. വെറുതെ അല്ല എംബാപ്പയ്ക്ക് ഇത് ഇത്ര ഇഷ്ടം. നീ ഞാനും തിന്നത്. അങ്ങനെ എംബാപ്പയുടെ ഫേവറേറ്റ് ഫുഡ് ഞാൻ റേറ്റ് ചെയ്തതിനു ശേഷം അടുത്ത ആളിലേക്ക് പോയി. എന്തായാലും അടുത്തൊരു പ്ലെയറിനെ സെലക്ട് ചെയ്യുന്ന സമയമായി. ഇപ്പൊ 4 പ്ലേയേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. നമുക്ക് അടുത്ത സ്പിന്നിലേക്ക് പോവാം. സ്പിന്നായ എനിക്ക് അവിടെ ഒരു കണ്ണാടി കൂടെ കേട്ടോ കാണാൻ പറ്റുള്ളൂ. ആരാ? യമാൽ. ലെറ്റ്സ് ഗോ. ലക്ഷ്മി യമാലിന്റെ ഫേവറേറ്റ് ഫുഡാണ് ഇനി നമ്മൾ അടുത്ത് കഴിക്കാനായിട്ട് പോണത്. സോ ലെറ്റ്സ് ഗോ. യാമാലിനെ പോലെ യോഗട്ട് വിത്ത് ഗ്രനോല റെസിപ്പി, ചേരുവകൾ കട്ട്, തൈര്, ഗ്രീക്ക് യോഗട്ട് അല്ലെങ്കിൽ സാധാരണ തൈര്, 1 കപ്പ് ഗ്രാനോള. വാഴപ്പഴം, ആപ്പിൾ, സ്ട്രോബെറി. കടയില്ല. തയ്യാറാക്കുന്ന വിധം: ഒരു ബൗളിൽ തൈര് ഒഴിക്കുക, മുകളിൽ ഗ്രാനോള വിതറുക, അരിഞ്ഞ പഴങ്ങൾ ചേർക്കുക, വേണമെങ്കിൽ തേൻ ഒഴിക്കുക. അത് വേണമെങ്കിൽ പോരെ, എനിക്ക് വേണ്ട. അല്ല, വേറെ സംഭവം ഉണ്ട്. ഞാൻ സ്ട്രോബെറി ഉണ്ടോ നോക്കാനായിട്ട് 2ാമത്തെ കടയിൽ പോയില്ലെന്നാ. ആ കടയിലെ ചേട്ടനുണ്ടല്ലോ, പുള്ളിക്ക് എന്നെ അറിയായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ കണ്ട് കുറെ ആയല്ലോടാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് ഞാൻ സ്ട്രോബെറി വാങ്ങാൻ വന്നാലോ അവിടെ. പുള്ളി സ്ട്രോബെറി ലൈൻ സീസൺ അല്ലെന്നൊക്കെ പറഞ്ഞു. അതിനിട്ട് പുള്ളി പറയാണ് 1.5 കിലോ മാമ്പഴം ഉണ്ട്, 100 രൂപയ്ക്ക് കൊണ്ടുപോക്കണം പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോ എങ്ങനെയാണ് മേടിക്കാണ്ട് പോണേ? ഞാൻ മേടിച്ചെന്നിട്ട് ഞാൻ എന്തിനാ പോയ സ്ട്രോബെറി വാങ്ങാൻ, എന്നിട്ട് മേടിച്ചോണ്ട് മാമ്പഴം. ലക്ഷ്മി അമ്മാലിന്റെ ഫേവറേറ്റ് ഫുഡ്.
ഓ, ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇതൊക്കെ എന്താ അടിപൊളിയാ. ഒന്നോളം കഴിക്കട്ടെ. ഓയേ, അടിപൊളി. എടത് ഞാൻ കഴിക്കണ ഫുഡുമായിട്ട് ഏകദേശം സാമ്യമുണ്ട്. കാരണം ഞാൻ ഉണ്ടല്ലോ, ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് ഇതിന് പകരം ഈ യോഗേട്ടിന് പകരം പാല കഴിക്കണേ. ബാക്കിയെല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനും യമാലൊക്കെ ഒരേ ഡയറ്റ് പ്ലാനൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിക്കാറ് എന്നും. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഇഷ്ടപ്പെട്ട് എന്നും കഴിക്കണ ഫുഡാണല്ലോ. അതിനുശേഷം ലാബി യമാലിന്റെ ഫേവറേറ്റ് ഫുഡ് റേറ്റ് ചെയ്യുന്ന ശേഷം ഞാൻ അടുത്ത പ്ലെയറിലേക്ക് പോയി. സോ ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഇനി നോക്കിയാടാ, റൊണാൾഡോ, മെസ്സി, നെയ്മർ ഇവർ 3 പേരാണ് ഇനി ഒരു സ്പിന്നറിന്റെ അകത്തുള്ളത്. ഇതിൽ നിന്ന് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യണം. ആരെ കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ലാസ്റ്റ് ആ 3 പേര് തന്നെ വന്ന് സ്പിൻ. റൊണാൾഡോനെ കിട്ടുമോ? ഓ, കിട്ടി 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 റൊണാൾഡോനെ കിട്ടി. ലെറ്റ്സ് ഗോ സൂ. അപ്പൊ എന്തായാലും നമുക്ക് അണ്ണന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് നോക്കിയിട്ട് നമുക്ക് അതുണ്ടാക്കാം, എന്നിട്ട് കഴിച്ചു നോക്കാം. അങ്ങനെ ചാറ്റ്ജിപിറ്റിയോട് റൊണാൾഡോയുടെ ഫേവറേറ്റ് ഫുഡ് ആണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു പോർച്ചുഗീസ് ഫുഡാണെന്ന് എന്നോട് പറഞ്ഞു. ഈ ഒരു ഫുഡിൽ മീനൊക്കെ ഇടണം. അയ്യോ, നമുക്ക് മീൻ മേടിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ബ്രോ. ഇവിടെ ഒരു മീൻ കട ഉണ്ട്, ഇവിടെ കയറാം. ചേട്ടാ, മീനുണ്ടോ? ഇവിടെ നോക്കിയപ്പോ നല്ല വെറൈറ്റി പേരിലൊക്കെ മീനൊക്കെ കിടക്കണ്. പല പല പേരില്, നല്ല നല്ല പേര്. ഇതിന്റെയൊക്കെ പേര് വെക്കേ. രോഹു. രോഹുവിന് അൺബോക്സ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, ഈ രോഹുവിനെ കണ്ടാകും തൊട്ട് ഇവൾക്ക് ഇളക്കം തുടങ്ങിയതാ. ഇവൾക്ക് അന്നേരം തൊട്ട് ഇളക്കം തുടങ്ങിയതാ. ആ രോഹുവിനെ ഇട്ട് കൊടുക്കണേ ഇതിന്. ഇതെന്നാണ് ഈ മീനൊക്കെ ഇങ്ങനെ ഇരിക്കണേ? ഞാനാകെ തിന്നുമ്പോ അത്ര മീനെ കണ്ടിട്ടുള്ളൂ. ചാറൊക്കെ ഉള്ള മീൻകറി കണ്ടിട്ടുള്ളൂ. ഇതെന്നെ ഇങ്ങനെ ഇരിക്കണേ. എടാ, ഞാൻ ഈ മീൻ മേടിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലട്ടോ. കറി വെച്ചിട്ട് തിന്നാറേ ഉള്ളൂ. ഇതിനിപ്പോ എന്നാണ്? ചാറ്റ്ജിപിറ്റിയോട് ചോദിക്കാം. ഒരു മിനിറ്റ്, ഞാൻ പോയി ഉടുപ്പ് മാറ്റാം. റൊണാൾഡോയുടെ ഉടുപ്പ് ഇട്ടില്ല. മീൻ കഴുകി എടുക്കുക. അത് ഞാൻ ഉണ്ടല്ലോ, മീൻ കഴുകിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഇതില് സ്റ്റൗവിൽ വെച്ച്. എനിക്ക് അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ മീനിൽ തൊട്ടട്ടെ കൈയൊക്കെ കൊഴാന്നിരുന്ന്. പിന്നെ മൊബൈലിൽ തൊട്ട ശരിയാവില്ലല്ലോ. മീൻ വേവിച്ച് മുള്ളു നീക്കി ചെറുതായി പൊടിക്കുക. ഇനി മീൻ പൊടിച്ചിടാൻ പറയാനുണ്ട്. അതെങ്ങനെ പൊടിക്കണ? മിക്സി ഇടൂ. ഉരുളക്കിഴങ്ങ് നേർത്തതായി അരിഞ്ഞ എണ്ണയിൽ ക്രിസ്പിയായി വറുത്തെടുക്കുക. അണ്ണാ, വറക്കാനാ? അത് ഓയിലല്ലേ? ഡയറ്റ് പോവില്ലേ? എന്റെ ഡയറ്റും പോവില്ല. ഇനിയിപ്പോ എന്നാ വാ ഉണ്ടാക്കിയേക്കാം. ഇന്നൊരു ദിവസത്തേക്കല്ലേ ഡയറ്റ് വേണം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതും കണ്ടോണ്ട് അവിടെ നിൽക്കൂടും. നമുക്ക് ഉള്ളിയും അതൊക്കെ ചെയ്യാല്ലേ? അതോടെ മോനെ ലേസ്. എടാ, ഇതിന്റെ കളർ ഇങ്ങനെയാണോ? ഞാൻ കണ്ടില്ല. ഞാൻ ഉള്ളി അരിയാൻ പോയപ്പോഴേ ലേസായി സാധനം. അല്ല, ഇതിങ്ങനെ തിന്നോണ്ടിരുന്ന റൊണാൾഡോയുടെ മീൻകറിയിലേക്ക് ഇടാൻ ഒന്നും ഉണ്ടാവില്ല. അല്ല, മീൻകറിയല്ലോ, റൊണാൾഡോയുടെ ഫുഡ് മീനിന്റെ ആ ഫുഡിലേക്ക് ഇടാൻ ഉണ്ടാവില്ല. നമുക്ക് തീറ്റ നടത്താം. ആ ഉള്ളിയുടെ പരിപാടിയിലേക്ക് വാ. ഞാൻ ഈ ഉള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം അല്ല. ഉള്ളി എന്തി ഉള്ള സവാളയൊക്കെ മതി. പണ്ടാലെറിയണ്. ഓ ബ്രോ, അപ്പം ഇനി എന്നാ എന്താന്ന് വെച്ചാല്, ഞാൻ സവാളയില്ലേ, ആ സവാള എടുത്ത് ഇതിലേക്ക് ഇടണം. എന്നിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് അതായി കഴിയുമ്പോണ്ടല്ലോ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇടണം. അതിന്റെ കൂടെ ആ മീനും കൂടെ എടുത്തിടണം. എല്ലാം കൂടെ ഒറ്റ ഇതിലേക്ക് എടുത്തിടണം. ചെയ്യാം ബ്രോ. അങ്ങനെ നമ്മൾ ഏകദേശം 3/4 ഭാഗത്തോളം എത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആയിട്ടുണ്ട് ബ്രോ. ഞാൻ കൈകൊണ്ട് മീനൊക്കെ ഇങ്ങനെ പൊടിച്ചാൽ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ബ്രോ. സംഭവം എന്താ, ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ റൊണാൾഡോയുടെ ഫേവറേറ്റ് ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ്. We made it. Let's go. ഈ ഒരു ഫുഡ് ഉണ്ടാക്കാണ്ടല്ലോ, ഞാൻ ഏറ്റവും പാടാന്ന് ഓർത്ത ഫുഡാണിത്. എംബാപ്പയുടെ അമാലിന്റെ ഒന്നും അത്രയ്ക്ക് പാടില്ലല്ലോ. ഇത് ഏറ്റവും പാടാന്ന് ഓർത്ത സാധനം. അത് നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ഇനി നമ്മൾ എന്താ കഴിക്കാൻ പോണേ? പോർച്ചുഗീസ് ഫുഡ്. Let's go. ഫോഴ്സ. ഇനി കുറച്ച് മല്ലിയില എടുക്കണം. എടാ, അണ്ണന്റെ ആ ഫുഡിന്റെ അകത്ത് ഏറ്റവും മണ്ടയ്ക്ക് ഏതാണ്ട് ഈന്തപ്പഴം പോലത്തെ സാധനം വെക്കണോണ്ടാ. ശരിക്കും അത് ഈന്തപ്പഴം അല്ല, വേറെന്തോ സാധനം. പക്ഷെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഈന്തപ്പഴം എടുക്കാം. നമുക്ക് ഈന്തപ്പഴം എടുത്തിട്ട് മേളിൽ വയ്ക്കാം, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഞാൻ അധികം മല്ലിയിലൊന്നും ഇടാൻ തന്നില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല ഈ ഇലയൊന്നും ഫുഡിലിടണ. ഞാൻ എന്ത് ഇല ഇട്ടാലും അത് എടുത്ത് കളയും. എടാ, ഇപ്പൊ നോക്കി, എന്നെ അടിപൊളിയല്ലേ, കാണാൻ രസമല്ലേ, കാണാൻ ലുക്കുണ്ട്. ഇനി തിന്നാൻ പറ്റുമോ നോക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് മുടിയിലൊന്നും തൊടാൻ പറ്റണില്ല. മീൻ നാറുവാ, അമ്മാര് നാറ്റം. ശരാ, നല്ലതായിരിക്കണേ.
ടേസ്റ്റി. ഇത് മുട്ടയും കൂടെ കിടക്കുന്നതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. എന്റെ അണ്ണൻ ഇതൊക്കെയല്ലേ തിന്നണേ. ഇത് ഉരുളക്കിഴങ്ങ്, ഇത് നമ്മുടെ ആ കരിഞ്ഞ ഉരുളക്കിഴങ്ങും ഇതോടം ചേർത്ത് വെച്ച് നോക്കാം. ഓ ഇവ സ്വാദടാ. എടാ എനിക്ക് ഇത്രയും കൈപ്പുണ്യൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്താ അടിപൊളിയാ. എടാ അടിപൊളി പോർച്ചുഗീസ് ഫുഡ്. വെറുതെ അല്ല അണ്ണൻ ഇത് ഫേവറേറ്റ് ആയ. എന്റെ ഫേവറേറ്റ് തന്നെ ഇത്. അങ്ങനെ റൊണാൾഡോയുടെ ഫേവറേറ്റ് ഫുഡിന് ഞാൻ 8.5 റേറ്റ് ചെയ്തു. അപ്പൊ ശരി, ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ട് പോയി കഴിക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഒരു പോയ പോക്കിന് അപ്പം ആ പക്കാലുവ ആ പ്രാവശ്യം കൂടെ കൂട്ടി കഴിച്ചേ മോൻ എന്നാ ടേസ്റ്റ് ആണെന്നറിയോ, അടിപൊളിയാ.